بسم الله الرحمن الرحيم رب زدني علما. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق، والصلاة والسلام على سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. ആക്കോലിൽ മുസ്ലിം ജമാഅത്തിൻ്റെ ബഹുവന്യരായ അധ്യക്ഷരെ, ജമാഅത്തിൻ്റെ പരിപാലന സമിതി ഭാരവാഹികളെ, ജമാഅത്തിലെ അംഗങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും പുറത്തു തരുമാറാവട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും റിളയിലുമായി ജീവിക്കുവാൻ നാം ഏവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും പരിശുദ്ധ സ്വർഗപ്രവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരാകുന്ന കൊച്ചുതങ്ങളുപ്പാപ്പാൻ്റെ ആത്മീയമായ നിയന്ത്രണവും സഹായവും സംരക്ഷണവും കാവലും നാം ഏവർക്കും നാഥനായ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അന്യൂനവും സമ്പൂർണവുമാണ് വിശുദ്ധ ഇസ്ലാം. അതിൻ്റെ വിശ്വാസ കർമ്മ സംഹിതകൾ സമ്പൂർണമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അതിപ്രധാന ലക്ഷ്യമായ ആരാധനാമുറകൾ, ജീവിത സന്ധാരണത്തിന് അത്യന്താപേക്ഷിതമായ സാമ്പത്തിക ഇടപാടുകൾ, ആവാസ വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിനനിവാര്യമായ വൈവാഹികം, അതിനനുബന്ധമായും മറ്റും വരുന്ന സിവിൽ ക്രിമിനൽ നിയമങ്ങൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്നതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്നുള്ളത്. ഇതിൽ വൈവാഹികവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രവിശാലവും പരന്നുകിടക്കുന്നതുമാണ്. അതിൽ നിന്നും ചുരുങ്ങിയ നിലയിൽ വൈവാഹിക നിയമങ്ങൾ ഹ്രസ്വമായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നടപ്പിൽ വരികയും ഗതകാല സമൂഹത്തിലെല്ലാം നിലനിൽക്കുകയും ചെയ്ത ബന്ധമാണല്ലോ വിവാഹം. ദീനിൻ്റെ സംരക്ഷണം, സന്താന പരമ്പരയുടെ നിലനിൽപ്പ്, രതിസുഖമാസ്വദിക്കൽ തുടങ്ങിയവ വിവാഹത്തിൻ്റെ, നിക്കാഹിൻ്റെ നേട്ടങ്ങളിൽ ചിലതു മാത്രമാണ്. ഖുർആൻ, സുന്നത്ത്, ഉമ്മത്തിൻ്റെ ഏകോപനം എന്നീ ദീനി പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് വിവാഹം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ പഠിപ്പിക്കുന്നു. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മതൻ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. നിങ്ങൾ മനുഷ്യർക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ നാം സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കരുണയും ഉണ്ടാക്കുകയും ചെയ്തത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. നിശ്ചയം അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുർ റൂമിലെ 21-ാമത്തെ സൂക്തത്തിൻ്റെ സാരമായി നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നതാണിത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് നോക്കൂ. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തത്വഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് സംബോധന ചെയ്ത് പഠിപ്പിക്കുന്നു. യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത, നിങ്ങളിൽ നിന്നാരെങ്കിലും വിവാഹത്തിന് ശേഷിയുള്ളവനായാൽ ഫൽയതസവ്വജ്, അവൻ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. കാരണം ഫഇന്നഹു അഗദ്ദു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജ്, കാരണം അത് കണ്ണിനെ ഏറ്റം താഴ്ത്തുന്നതും
ഗുഹ്യഭാഗത്തെ കൂടുതൽ സംരക്ഷിക്കുന്നതുമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരു പ്രസ്താവനകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും തൻ്റെ ചര്യയായി പഠിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് വിവാഹം ഒരു പുണ്യകർമ്മമാണ്. നോക്കൂ നിങ്ങൾ, ആർക്കാണ് വിവാഹം സുന്നത്താകുന്നത്? വിവാഹമൂല്യം, ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം ആദിയായ ചെലവുകൾക്കുള്ള മാർഗം, ഇണയോടൊന്നിച്ചു ജീവിച്ചു സുഖിക്കുവാനുള്ള കഴിവ് എന്നിവയുള്ളവർക്ക് വിവാഹം സുന്നത്താണ്. പ്രകൃത്യ ലൈംഗിക വികാരവും കഴിവുമുള്ളതോടൊപ്പം മേൽച്ചൊന്ന ചെലവുകൾക്ക് മാർഗമില്ലാത്തവന് വിവാഹത്തിൽ ഏർപ്പെടാതിരിക്കലാണ് സുന്നത്തെന്ന് ദീനിൻ്റെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു. അതായത് ഏർപ്പെടൽ സുന്നത്തിന് വിരുദ്ധമാണ്. ഇത്തരക്കാർ നോമ്പനുഷ്ഠിച്ചുകൊണ്ടോ മറ്റോ ആരാധനാകർമ്മങ്ങളിൽ നിരതനായിക്കൊണ്ടോ വികാരത്തെ ഒതുക്കുകയാണ് വേണ്ടതെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലാതെ മരുന്നു പ്രയോഗത്തിലൂടെ വികാരത്തെ തളർത്താവതല്ല. നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു, വലാ യക്സിറുഹു ബിനഹവി കാഫൂരിൻ ഫയുക്റഹു ബൽ യഹ്റുമു അല റജുലി വൽ മർഅത്തി ഇൻ അദ്ദാ ഇലൽ യഅസി മിനൻ നസബ്. കർപ്പൂരം പോലത്തെ വസ്തുക്കൾ കൊണ്ട് വികാരം തളർത്തരുത്, അത് കറാഹത്താണ്. ശാശ്വതമായി നസബ് മുറിയുന്നതിലേക്ക് കൂട്ടുന്ന മരുന്ന് പ്രയോഗിക്കൽ സ്ത്രീ പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് എന്ന് അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തുഹ്ഫ 7-ാം ഭാഗം 186-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. പ്രകൃതിയ വികാരമില്ലാത്തവരും പ്രത്യക്ഷമായ കാരണമൊന്നുമില്ലാതെ അത് നഷ്ടപ്പെട്ടവരും പറയപ്പെട്ട ചെലവുകൾക്കു മാർഗമില്ലാത്തവരുമാണെങ്കിൽ അവരും വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല. അത്തരക്കാർ വിവാഹത്തിൽ ഏർപ്പെടൽ കറാഹത്താണ്. കാരണം ആവശ്യമില്ലാത്ത കഴിയാത്ത കാര്യം ഏറ്റെടുക്കലാണത്. ആ കഴിയാത്തവർ വിവാഹത്തിന് മുതിരരുത്, അവർക്ക് കറാഹത്താണ്. ചെലവുകൾക്ക് വകയുള്ളതോടുകൂടി നിക്കാഹ് കറാഹത്തുള്ളവരുമുണ്ട്. വാർദ്ധക്യം, നിത്യമായ രോഗം എന്നിവ കൊണ്ട് വികാരം നഷ്ടപ്പെട്ടവർ വിവാഹത്തിൽ ഏർപ്പെടൽ കറാഹത്താണെന്ന് നമ്മുടെ ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിവാഹം നിർബന്ധമാകുന്ന ചില ഘട്ടങ്ങളുമുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു, ലൗ ഖാഫൽ അനത വതഅയ്യന ത്വരീഖൻ ലിദഫഇഹി മഅ ഖുദ്റതിഹി വജബ. ഒരാൾ വ്യഭിചാരത്തെ ഭയപ്പെടുകയും അത് തടയാൻ വിവാഹമല്ലാതെ മറ്റു മാർഗമില്ലാതിരിക്കുകയും വിവാഹത്തിന് കഴിവുണ്ടാവുകയും ചെയ്താൽ അവന് വിവാഹം നിക്കാഹ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു. ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായ 6-ാം ഭാഗം 181-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേർച്ചയാക്കിയാലും വിവാഹം നിർബന്ധമാകുന്നതാണ്. നിക്കാഹ് ചെയ്യൽ സുന്നത്തായൊരു മനുഷ്യൻ നിക്കാഹ് നേർച്ചയാക്കിയാൽ, വിവാഹം കഴിക്കൽ നേർച്ചയാക്കിയാൽ അയാൾക്കത് നിർബന്ധമാണ് എന്ന് നമ്മുടെ ഫുഖഹാ പഠിപ്പിക്കുന്നു. ഹൈസു നുദിബ ലിവുജൂദിൽ ഹാജത്തി വൽ ഉഹ്ബത്തി വജബ ബിൻ നദിരി. ചെലവിനുള്ള വകയും നിക്കാഹിലേക്ക് ആവശ്യവും ഉള്ളതിനാൽ നിക്കാഹ് സുന്നത്തുള്ള സമയത്ത് ഒരു മനുഷ്യൻ നിക്കാഹിനെ നേർച്ചയാക്കിയാൽ അയാൾക്ക് നിക്കാഹ് നടത്തൽ നിർബന്ധമാകുന്നതാണ് എന്ന് നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നു. അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തുഹ്ഫ 7-ാം ഭാഗം 184-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി തന്നെ നാം വിലയിരുത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വിവാഹത്തിൻ്റെ ശർഈയായ വിധി സ്ത്രീകൾക്കും ബാധകമാണ്. വൈവാഹിക ജീവിതത്തിൽ ആവശ്യമുള്ളവർക്കും ചെലവിലേക്ക് ആവശ്യമുള്ളവർക്കും ദുർനടപടിക്കാർ കണ്ണുവയ്ക്കുമെന്ന് ഭയമുള്ളവർക്കും വിവാഹം സുന്നത്താണ്. വിവാഹിതയായാലല്ലാതെ പാതിവ്രതം സുരക്ഷിതമാവുകയില്ലെങ്കിൽ വിവാഹം നിർബന്ധവുമാണ് എന്ന് നമ്മുടെ ഇമ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്തവർക്ക് വിവാഹം കറാഹത്തുമാണെന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനികളെ, നിക്കാഹുമായി ബന്ധപ്പെട്ട, വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങൾ ഹ്രസ്വമായി നാം മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സത്യസന്ധമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ശിഷ്ടജീവിതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലുമായി ജീവിക്കുവാൻ നാം ഏവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പരിശുദ്ധ സ്വർഗപ്രവേശവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.